ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം ഇങ്ങനെ പറയുക: ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ വന്നപ്പോൾ അവൻ ആയുധങ്ങളില്ലാതെ ആട്ടിൻ കുഞ്ഞിനെ എന്നതുപോലെ സിംഹത്തെ പിച്ചി ചീന്തി. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ വസിച്ചപ്പോൾ ആയുധങ്ങളില്ലാതെ ആട്ടിൻ കുഞ്ഞിനെ എന്നതുപോലെ അവൻ സിംഹത്തെ പിച്ചി ചീന്തി. എപ്പോഴാ? ആത്മാവ് വസിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് വസിച്ചപ്പോൾ അവൻ അത്രമാത്രം ശക്തനായി തീർന്നു. ആട്ടിൻ കുഞ്ഞിനെ എന്നതുപോലെ ആയുധങ്ങളില്ലാതെ അവൻ സിംഹത്തെ പിച്ചി ചീന്തി എന്ന് വചനം പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവ് വഹിക്കുമ്പോഴുള്ള ശക്തി ഓർത്ത് നോക്കിക്കേ. എന്നാൽ പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നാം കാണുക അതിനേക്കാൾ മറ്റൊരു ശക്തി, അതിനേക്കാൾ വലിയ മറ്റൊരു ശക്തി. അത് മറ്റാരുമല്ല, പത്രോസിൻ്റെ ജീവിതമാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ വാലിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ അവൻ ഒരു മുടന്തന് സൗഖ്യം നൽകിയപ്പോൾ അധികാരികളും ജനപ്രമാണികളും ന്യായാധിപന്മാരും പ്രധാന പുരോഹിതന്മാരായ അന്നാസ്, കയ്യാഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടി ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പത്രോസിനോട് ചോദിച്ചു, നീ എന്ത് കാരണത്താലാണ് അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? പത്രോസ് എന്താ മറുപടി പറഞ്ഞത്? പത്രോസ് പറയുക, നിങ്ങൾ വധിച്ച എന്നാൽ ദൈവം ഉയർപ്പിച്ച യേശുവിൻ്റെ നാമത്തിലാ ഞാനിതെല്ലാം ചെയ്തത്. അതിനുശേഷം പത്രോസ് പറഞ്ഞ വാക്യതാ, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഓർത്ത് നോക്കിയേ, ഒരു പരിചാരിക പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ വചനം പറയുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി അവൻ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് നുണ പറയുകയല്ല. പത്രോസ് ആദ്യം നുണ പറഞ്ഞു, എന്നാൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ സത്യം പറയുക. സത്യം അവൻ പറയുന്ന സത്യം ചെറിയ സത്യമല്ല, അവൻ പറയുന്ന സത്യം വളരെ വലിയ സത്യമാണ്. യേശുവിനെ ആരെല്ലാം ചേർന്ന് വധിച്ചോ? അധികാരികൾ, നിയമജ്ഞർ, ഫരീസയർ, അതോടൊപ്പം തന്നെ അന്നാസ്, കയ്യാഫാസ്, പ്രധാന പുരോഹിതനായ യോഹന്നാൻ, അലക്സാണ്ടർ, അതോടൊപ്പം തന്നെ പ്രധാന പുരോഹിതരുടെ കുടുംബക്കാർ, ഇവർക്ക് ശത്രുവായിരിക്കുന്ന വ്യക്തികളെല്ലാം ഒരുമിച്ച് കൂടി ഇവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് പത്രോസ് പറയുന്നത്. പത്രോസ് ഒരു വലിയ സത്യം വിളിച്ചു പറയുകയാണ്: മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അവിടെ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സാംസന്റെ ശരീരത്തിൽ ശക്തി ഇറങ്ങി. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ, പത്രോസിൻ്റെ ആത്മാവിൽ ശക്തി ഇറങ്ങി. സാംസനേക്കാൾ വലിയ കാര്യങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ ജീവിതം നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചും ഭയപ്പെടാതെ പത്രോസിലേക്ക് പ്രഘോഷിക്കുക ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആ നിമിഷങ്ങളിൽ തന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു. കാരണം പത്രോസിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയ സത്യമാണ് പത്രോസ് ലോകരാഷ്ട്രങ്ങളോട് പ്രഘോഷിച്ചത്. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. ഇത് പത്രോസ് പ്രസംഗിക്കുന്നത് തൻ്റെ സ്നേഹിതരോടല്ല, തൻ്റെ ശത്രുക്കളോട്. അവൻ പറയുകയാണ്, ആകാശത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഇടയിൽ മാത്രമല്ല, ഇസ്രായേലിൽ മാത്രമല്ല, ഇന്ത്യയിൽ, അമേരിക്കയിൽ, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ, അറബ് രാഷ്ട്രങ്ങളിൽ പത്രോസ് പറയുകയാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് കീഴിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അത് കൊടുത്തത് പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്. പരിശുദ്ധാത്മാവ് സത്യം പറയുന്നവനാ, സത്യം മാത്രം പറയുന്നവനാ. അതുകൊണ്ടാണ് നാം കാണുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ, തിരുസഭ ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ ശിഷ്യന്മാർ മാറി മാറി പ്രഘോഷിച്ചു, യേശുവിലല്ലാതെ മറ്റു രക്ഷയില്ല, യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. തിരുസഭ വളർന്നുകൊണ്ടിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വലിയ രോഗസൗഖ്യങ്ങളും ആ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമുക്കറിയാം, കാലം കഴിയും തോറും പഠനങ്ങളും പാണ്ഡിത്യങ്ങളും സഭയിലേക്ക് കയറി വന്നപ്പോൾ
ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ, ആ സത്യം വിളിച്ചു പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഒക്കെ അസ്വസ്ഥത ഉണ്ടാകുകയില്ലേ? അതുകൊണ്ട് നമുക്ക് സ്വല്പം അർത്ഥസത്യം മാത്രം പറയാം. യേശു രക്ഷകനാണെന്ന് പറയാം. ഏകരക്ഷകൻ എന്ന വാക്ക് ഒഴിവാക്കാം. അനേകർ പ്രസംഗിച്ചു, അനേക രക്ഷകരിൽ ഒരുവനാണ് യേശു എന്ന രക്ഷകൻ. യേശു ഏക രക്ഷകൻ എന്ന വാക്കുകളെ അനേകർ വിഴുങ്ങി. അന്നു മുതൽ അത്ഭുതങ്ങൾ കെട്ടടങ്ങി, അടയാളങ്ങൾ കുറഞ്ഞു, രോഗസൗഖ്യങ്ങൾ കുറഞ്ഞു. പത്രോസിനോട് അനേകർ ചങ്കത്തടിച്ച് വിളിച്ചു ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഏക സത്യം ഇതാ: ആകാശത്തിന് കീഴിൽ നമ്മുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷകന്റെ നാമമാണ് യേശു എന്ന നാമം. രക്ഷകന്റെ നാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിലൂടെയാണ് ഭൂമിയിലെ സകല ജനങ്ങളും രക്ഷ പ്രാപിക്കാൻ പോകുന്നത്. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാ, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള ഏക വഴി അത് കർത്താവായ യേശുവാ. വേറെ വഴിയിലൂടെ യാത്ര ചെയ്താൽ അവിടെ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ലെന്ന് കർത്താവ് പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, യേശുവാണ് ഏക രക്ഷകൻ. അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം പറയുക: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളൻ വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പക്ഷെ പറയുക, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളൻ വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ഞാനും നിങ്ങളും കള്ളനിൽ നിന്ന് ഒരു രീതിയിലുമുള്ള അനുകമ്പ പ്രതീക്ഷിക്കരുത്. കള്ളൻ വന്നാൽ നിന്റെ വീട്ടിലെ അവന് വേണ്ടത് പഴം പായികളോ പഴപാത്രങ്ങളോ അല്ല വേണ്ടത്. നിന്റെ വീട്ടിൽ എന്തെല്ലാം വിലയേറിയതായിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയാ കള്ളൻ വരുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശു പറഞ്ഞ കള്ളൻ ഏത് കള്ളനായിരിക്കും? യേശു പറഞ്ഞ കള്ളൻ മറ്റാരുമല്ല, കർത്താവിൻ്റെ ശത്രുവായ കള്ളൻ, എൻ്റെ നിങ്ങളുടെയും ശത്രുവായ കള്ളൻ. അത് മറ്റാരുമല്ല, പിശാചാണെന്ന് കർത്താവ് പഠിപ്പിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് കള്ളൻ കടന്നു വന്നാൽ, തിന്മ കടന്നു വന്നാൽ, ആ രീതിയിൽ നിന്റെ ജീവിതത്തെ തകർക്കുമെന്ന് വചനം പഠിപ്പിക്കുക. കള്ളൻ കടന്നു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീ നിന്റെ ജീവിതത്തിലേക്ക് എന്നെങ്കിലും കള്ളൻ അവസരം കൊടുത്താൽ, നിന്റെ ജീവിതത്തിലേക്ക് എന്നെങ്കിലും പിശാചിന് നീ അവസരം കൊടുത്താൽ, അവൻ കടന്നു വരുന്നത് നിന്നെ കണ്ട് നിന്റെ ജീവിതത്തിലെ വില കുറഞ്ഞ സാധനങ്ങളുമായി തിരിച്ചു പോകാൻ വേണ്ടിയല്ല. പിശാചിന് ഒരു വ്യക്തി അവസരം കൊടുത്താൽ, ഒരു വ്യക്തി പിശാചിന് വീട്ടിൽ സ്വാധീനം കൊടുത്താൽ, ഒരു വ്യക്തി ഹൃദയത്തിൽ പിശാചിന് അവസരം കൊടുത്താൽ, പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ വിലപ്പെട്ടതായി നീ എന്തെല്ലാം കാണുന്നോ, നിന്റെ ജീവിതത്തിൽ അമൂല്യമായി എന്തെല്ലാം ഉണ്ടോ, അതെല്ലാമായേ പിശാച് തിരിച്ചു പോവുകയുള്ളൂ. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു കാരണവശാലും ഒരിക്കലും നീ അനുകമ്പ പ്രതീക്ഷിക്കരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ നിന്റെ ആത്മാവ്, അതാ കള്ളൻ കൊണ്ടുപോകുന്ന ആദ്യത്തെ മോഷണ വസ്തു. ദൈവത്തിന് പ്രിയങ്കരമായ നിന്റെ ജീവിതത്തിലെ വിശുദ്ധി, അത് നിന്നിൽ നിന്ന് കള്ളൻ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമൂല്യമായിട്ട് നീ എന്തെല്ലാം കരുതുന്നോ, നീ എന്തെല്ലാം കാണുന്നോ, നീ എന്തിനെല്ലാം ഇഷ്ടപ്പെടുന്നോ, എന്തെല്ലാമാണോ നിന്റെ അമൂല്യമായ വസ്തു, കർത്താവ് നിന്നിൽ നോക്കുമ്പോൾ നിന്നിൽ എന്തെല്ലാമാണോ കർത്താവ് അമൂല്യമായിട്ട് കാണുന്നത്, പ്രിയമുള്ളവരെ, കള്ളൻ കൊണ്ടുപോകുന്നത്, പിശാച് കൊണ്ടുപോകുന്നത് നിന്റെ ജീവിതത്തിലെ അമൂല്യമായ വസ്തുക്കളാണ്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിലപ്പെട്ടത് പലതും കള്ളൻ കൊണ്ടുപോയി വിലയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ. വിലപ്പെട്ടതായ പലതും പിശാച് കൊണ്ടുപോയി, എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ടത് പലതും പിശാച് കൊണ്ടുപോയി എന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ടാ? പിശാചിന് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുത്തു. അവൻ്റെ സുഖത്തിന്, അവൻ്റെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം അവസരം കൊടുത്തു. അവൻ വരുന്നത് മോഷ്ടിക്കാനാ, കൊല്ലാനാ, നശിപ്പിക്കാനാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സദാ ജാഗരൂകരായിരിക്കുക. ജനലവാതിലുകൾ അടച്ചിടുക.
തിന്മയ്ക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ നിന്റെ ജീവിതത്തെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവിടുത്തെ തിരുരക്തത്താൽ മുദ്രകുത്തി സംരക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. നാം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ രക്ഷ നാം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിക്കുക, പ്രകാശത്തിന് ചേർന്ന രീതിയിൽ പെരുമാറുക. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. നാം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ പൗലോസിനെ ഉദ്ദേശിക്കുന്നത്? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അത് കർത്താവായ യേശുക്രിസ്തുവ. യേശുക്രിസ്തു നാം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അതിനെ പറയുക, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ നീ ഇന്ന് ഇവിടെ വെച്ച് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. അന്ധകാരം എന്നാൽ, രാത്രി എന്നാൽ ശ്രീക ഉദ്ദേശിക്കുന്നത് അത് നാശമാണ്, തകർച്ചയാണ്, നരകമാണ്, തിന്മയാണ്. അതുകൊണ്ട് നീ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ പ്രവൃത്തികൾ, നരകത്തിൻ്റെ പ്രവൃത്തികൾ നീ ഉപേക്ഷിക്കുക. പകരം കർത്താവായ പ്രകാശത്തെ ധരിക്കുക. പ്രകാശം എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തു. ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പ്രകാശം ഞാനാ. പകരം നിങ്ങൾ പ്രകാശമായ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. ഇവിടെ പറയുന്നത് നാം ജീവിക്കുന്നത് അന്ധകാരത്തിലാണോ പ്രകാശത്തിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പൗലോസ്ലീഹ ചില സംഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. നീ സുഖലോലുപതയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, നീ ഇന്ന് ജീവിക്കുന്നത് പ്രകാശത്തിലല്ല, അന്ധകാരത്തിലാണ്, നാശത്തിലാണ്, തിന്മയിലാണ്. മദ്യലഹരിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, നിന്നെ നയിക്കുന്നത് മദ്യമാണെങ്കിൽ, നിന്റെ വീട്ടിലെ ചടങ്ങുകളിൽ പ്രമുഖ സ്ഥാനം മദ്യത്തിനാണെങ്കിൽ, നിന്റെ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മദ്യമാണെങ്കിൽ, മദ്യത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ മദ്യത്തിന് സ്വാധീനമുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക, നീ ഇന്ന് ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്, നാശത്തിലാണ്, തകർച്ചയിലാണ്. നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ആവശ്യമുണ്ട്. അവിഹിത വേഴ്ചയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, വിഷയാസക്തിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ജഡത്തിൻ്റെ മേൽ, നിന്റെ ശരീരത്തിൻ്റെ മേൽ പാപത്തിന് അധികാരമുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരി തിരിച്ചറിയുക, നീ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്, നീ ജീവിക്കുന്നത് നാശത്തിലാണ്. നീ ഇന്ന് ഇവിടെ വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കർത്താവായ യേശുവേ കടന്നു വരണമേ എന്ന്. അസൂയയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, കലഹത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ളവരെ തിരിച്ചറിയുക, നീ ഇന്ന് ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്, നാശത്തിലാണ്. നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഒരുവന് മാത്രമാണ്, കർത്താവായ യേശുവിന്. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ തിന്മയ്ക്ക് സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ, അന്ധകാരത്തിന് നിന്റെ മേലോ നിന്റെ കുടുംബത്തിൻ്റെ മേലോ സ്വാധീനമുണ്ടെങ്കിൽ, അന്ധകാരം നിന്നെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് നിത്യപ്രകാശമായ ഏകരക്ഷകനായ ക്രിസ്തു കടന്നു വരാൻ വേണ്ടി ഇവിടെ വെച്ച് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം രക്ഷ നാം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷൻ അതിനുള്ളതാ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രകാശമായിട്ട് കടന്നു വരണം. അന്ധകാരങ്ങൾ എൻ്റെ ജീവിതത്തെ വിട്ടുപോകണം. കള്ളന് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ, എൻ്റെ ആത്മാവിൻ്റെ മേൽ കള്ളന് സ്വാധീനമുണ്ടാകാൻ പാടില്ല. കാരണം അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെയാണ്. തിന്മയുടെ സ്വാധീനത്താൽ വിട്ടുപോകാത്ത ചില രോഗപീഠകൾ, തിന്മയുടെ സ്വാധീനം കൊണ്ട് വിട്ടുപോകാൻ പറ്റാത്ത ചില തകർച്ചകൾ, ചില തഴക്കദോഷങ്ങൾ, ചില പാപ സാഹചര്യങ്ങളുണ്ടെന്നൊക്കെ ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 13:10 ഇങ്ങനെ പറയുക, അവൻ സിനഗോഗിൽ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ കാണുന്നത് 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു.
ചിന്തിച്ചു നോക്കിയേ, ഒരാത്മാവ് ബാധിച്ചതിൻ്റെ ഫലമായി 18 വർഷമായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ കൂനിപ്പോയെങ്കിൽ ആ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന ആത്മാവ് എന്താ ആത്മാവായിരിക്കും? തിന്മയുടെ ആത്മാവ്. യേശു അവളെ മോചിപ്പിച്ചു. അപ്പോൾ നിയമജ്ഞർ അവനെ എതിർത്തു. അപ്പോൾ അവൻ പറയുക, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ സൗഖ്യപ്പെടുത്തേണ്ടതില്ലെന്നോ? വിശുദ്ധവാക്കായത് 18 വർഷമായി സാത്താൻ കെട്ടിയിരിക്കുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ സാപത്തിൽ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ചിലർക്ക് എത്ര മരുന്ന് കഴിച്ചാലും രോഗം വിട്ടുപോകുകയില്ല. തിരിച്ചറിയുക, ചില വിട്ടുപോകാത്ത രോഗപീഠകൾക്ക് മുമ്പിൽ പൈശാചിക സ്വാധീനങ്ങളുണ്ട്. ആ വ്യക്തിക്ക് രക്ഷകനായ യേശുവിൻ്റെ സൗഖ്യം ആവശ്യമാണ്. ചില വിട്ടുപോകാത്ത പാപബന്ധനത്തിന് പിന്നിൽ പൈശാചിക സ്വാധീനമുണ്ടെന്ന് വചനം പഠിപ്പിക്കുക. ലൂക്കയുടെ സുവിശേഷം 8:2 ഇങ്ങനെ പറയുക, യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ, വ്യഭിചാരിണികൾ, പാവിനികളായ അനേക സ്ത്രീകൾ. അവർ പറയുകയാണ്, 7 പിശാചുക്കൾ വിട്ടുപോയവളും മഗ്ദല എന്ന് വിളിക്കപ്പെടുന്ന മറിയവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മഗ്ദല മറിയം ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് അനേകരോടൊപ്പം പാപം ചെയ്ത് അനേകരെ പാപത്തിലേക്ക് നയിച്ച ഒരു യുവതിയാണ് മഗ്ദല മറിയം. എന്തുകൊണ്ടാണ് ആ സഹോദരി ഇത്രമാത്രം പാപത്തിനടിമയായി ജീവിച്ചത്? വചനം പറയുകയാണ്, അവളിൽ നിന്നാണ് യേശു 7 പിശാചുക്കളെ ബഹിഷ്കരിച്ചത്. ആ സഹോദരിയുടെ മേൽ 7 പിശാചുകൾ ഉള്ളത് കൊണ്ട് അനേകരെ അവൾ പാപത്തിലേക്ക് നയിച്ചു. അവളുടെ ജീവിതം പാപത്തിൻ്റെ കൂടായിട്ട് മാറി. തിരിച്ചറിയുക, ചില പാപബന്ധനത്തിന് പിന്നിൽ, വിട്ടുമാറാത്ത ചില തഴക്ക് ദോഷങ്ങൾക്ക് മുമ്പിൽ, വിട്ടുമാറാത്ത ചില മദ്യപാന ആസക്തിക്ക് മുമ്പിൽ, വിട്ടുമാറാത്ത ചില ജഡിക പാപത്തിന് പിന്നിൽ, വിട്ടുമാറാത്ത ചില കലഹങ്ങൾക്ക് പിന്നിലൊക്കെ ഈ രീതിയിലുള്ള പൈശാചിക സ്വാധീനമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ആ വ്യക്തിക്ക് ആവശ്യം മറ്റാരെയുമല്ല, കർത്താവായ യേശുവിനെയാണ്. ആ വ്യക്തിക്ക് ആവശ്യം കർത്താവായ യേശുവിനെയാണ്. അവർ യേശുവിനെ വിളിക്കുമ്പോൾ, സൗഖ്യദായകനായ യേശുവിനെ വിളിക്കുമ്പോൾ മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഏകനാമമായ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളെ, ആ കുടുംബത്തെ യേശു അനുഗ്രഹിച്ച് അനുഗ്രഹമായിട്ട് ഉയർത്തും. യെശയ്യാ 43:11 ഇങ്ങനെ പറയുക, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല, അതെ ഞാൻ മാത്രമാണ് രക്ഷകൻ. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല, ഞാൻ മാത്രമാണ് രക്ഷകൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നിരന്തരം യേശുവെന്ന ഏക രക്ഷകനെ വിളിച്ച് പ്രാർത്ഥിക്കണം. മറ്റെവിടെയും നമുക്ക് രക്ഷയില്ല, മറ്റെവിടെയും നമുക്ക് സഹായമില്ല. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ദൈവം മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏകനാമം, ഏകരക്ഷകൻ കർത്താവായ യേശുവ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നാം ആദ്യം ഓടേണ്ടത് അത് പരിഹരിക്കാൻ കഴിവുള്ളവനടുത്തേക്കാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ രോഗം കടന്നു വന്നാൽ നാം ആദ്യം ഓടുന്നത് നമ്മെ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്തേക്കാണോ? അല്ല, രോഗം വന്നാൽ ഓടേണ്ടത് എങ്ങോട്ടാ? ഡോക്ടറുടെ അടുത്തേക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ നാം ആദ്യം ഓടുന്നത് അതിൻ്റെ സ്പെഷ്യലൈസറായ, അത് പരിഹരിക്കാൻ സാധിക്കുന്ന വ്യക്തിയിലേക്കാണ്. നമ്മുടെ വാഹനം കേടായാൽ ആരെങ്കിലും ആ വാഹനമായി കൊല്ലൻ്റെ അലയിലേക്ക് കടന്നു ചെല്ലുമോ? ഇല്ല. എവിടെ പോകും? വർക്ക്ഷോപ്പിൽ പോകും. നമ്മുടെ TV കേടായാൽ അതുമായിട്ട് ആശാരിയെ സമീപിക്കുമോ? പ്രിയമുള്ളവർ, ഓരോന്നിൻ്റെയും സ്പെഷ്യലൈസർ കൈവെക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ, അല്ലെ ആ സ്ഥാനത്തിന്, ആ വസ്തുവിന് മാറ്റമുണ്ടാകുന്നത്. അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രോഗിയുടെ മേൽ ഡോക്ടർ കൈവെക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാകുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിനുമുള്ള ഏക സ്പെഷ്യലൈസർ കർത്താവായ യേശു ക്രിസ്തു. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ മെയിൻ ഡോറ് കേടായിപ്പോയി. അടയ്ക്കത്തില്ല, അടച്ചാൽ തുറക്കാനും വിഷമം. അപ്പോൾ ഞാനൊരു ലോങ് യാത്രയ്ക്ക് പോവുക. 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നിങ്ങൾ 2-3 ആഴ്ച യാത്ര ചെയ്ത് കുഴപ്പമില്ല എനിക്ക്, പക്ഷേ ഡോറ് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടേ പോകാവുള്ളൂ. കാരണം എന്താ? ഞാനും കുഞ്ഞുങ്ങളും തന്നെ ഉള്ളൂ. അത് വൈഫിൻ്റെ ഡിമാൻഡ് ന്യായമാണ്. കാരണം ഡോർ അടയ്ക്കത്തില്ല. ഞാനെന്ത് ചെയ്തു? തലേ ദിവസം പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് അവിടെയുള്ള ഒരു ആശാരി പയ്യൻ എടുത്തു തന്നു.
ആ ഡോർ ഉണ്ടാക്കിയവനാ. അവനോട് പറഞ്ഞു, എടാ എൻ്റെ വീടിന് ഡോർ അടയ്ക്കത്തില്ല, ഞാൻ കുറച്ച് ദിവസമായി കഷ്ടപ്പെടുകയാണ്, ഞാൻ നാളെ 11 മണിക്ക് ഒരു യാത്ര പോവുകയാണ്, 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരികയുള്ളൂ, അതിനു മുമ്പ് നീ രാവിലെ വന്ന് ഈ പ്രശ്നം പരിഹരിച്ചു തരണം. രാവിലെ 8 മണിക്ക് വരാം എന്ന് അവനോട് പറഞ്ഞു. ഞാൻ അവനെ കാത്തിരുന്നു. 8 മണിക്ക് അവൻ വന്നില്ല. 8:30 9 9:30 വന്നില്ല. 10 മണിയായപ്പോൾ അവനിതാ വരുന്നു. അവന് വരവ് കണ്ടപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, അവൻ 2 മണിക്കൂർ ലേറ്റായി. എൻ്റെ ദേഷ്യം നിറഞ്ഞ മോൻ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, സുചേട്ടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്, ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് എപ്പം വരാനാണ് ഞാൻ പറഞ്ഞത്? 8 മണിക്ക് വരാൻ പറഞ്ഞതല്ലേ, എനിക്ക് 11 മണിക്ക് പോകേണ്ടതല്ലേ, സമയം എത്രയായി? അവൻ പെട്ടെന്ന് ഡോറയിലേക്ക് നോക്കി. കാരണം ഞാനൊരു 2-3 ആഴ്ചയായി എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ആ ഡോർ നന്നാക്കാൻ ശ്രമിച്ചു. എനിക്കറിയാവുന്ന ആശാരിപ്പടി മുഴുവൻ ഞാൻ ആ ഡോറിൻ്റെ മേലെടുത്തു. ആ ഡോറിലേക്ക് നോക്കിയിട്ട് അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത്രേ പ്രശ്നമുള്ളോ? എന്നിട്ട് എന്നോട് പറഞ്ഞു, സിവിച്ചേട്ടൻ പരമാവധി ഈ ഡോറിനെ വികലമാക്കിയല്ലോ. പെട്ടെന്ന് ആശാരി അവൻ്റെ സഞ്ചിയിൽ നിന്ന് 1-2 ആയുധമൊക്കെ എടുത്തു. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തതുപോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ പുള്ളി ഇതിൻ്റെ പ്രശ്നത്തെ പരിഹരിച്ചു. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇതിന് പ്രശ്നം പരിഹരിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ പോവുക കേട്ടോ, സിവിച്ചേട്ടൻ പരമാവധി ഈ ഡോറിനെ വികലമാക്കി, അതൊന്നും എനിക്ക് പറ്റുകയില്ല. പോകാൻ നേരത്ത് ആ ആശാരി ചെറുക്കൻ എൻ്റെ മുഖത്ത് നോക്കി എന്നോടൊരു വാക്കിങ്ങനെ പറഞ്ഞു, എന്നെ ചിന്തിപ്പിച്ച വാക്ക്. അവൻ പറയുക, സിവിച്ചേട്ടാ ഈ വാതിലൂടെ ഉണ്ടാക്കിയത് ഞാനല്ലേ? അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ വിളിക്കേണ്ടത് എന്നെയല്ലേ? ഈ വാതിലുണ്ടാക്കി എന്നെയല്ലേ ഇതിനൊരു പ്രശ്നമുണ്ടായപ്പോൾ പരിഹരിക്കാൻ വേണ്ടി വിളിക്കേണ്ടത്? ഹല്ലേലൂയ! എനിക്കൊരു തിരിച്ചറിവായി മാറി. അത് സൃഷ്ടിച്ചവനറിയാം അതിൻ്റെ വികലത മാറ്റാൻ. അതുമായിട്ട് ബന്ധമില്ലാതെ ഞാൻ അനേക മണിക്കൂറുകൾ പ്രയത്നിച്ചു. അതിൻ്റെ വികലത ഇന്നും ആ ഡോർ നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സൃഷ്ടിയുടെ വൈകല്യം മാറ്റേണ്ടത് സൃഷ്ടാവാണ്. സൃഷ്ടിയുടെ വൈകല്യം മാറ്റേണ്ടത് സൃഷ്ടാവാണ്. എൻ്റെ നിങ്ങളുടെ സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ വൈകല്യം മാറ്റേണ്ടത്. ആ വൈകല്യമായി ഞാൻ വേറെ എവിടെയെല്ലാം ഓടിയാലും വൈകല്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. ഏക സ്പെഷ്യലൈസർ കർത്താവായ യേശുക്രിസ്തുവാ. നിന്റെ തകർച്ച, നിന്റെ രോഗങ്ങൾ, നിന്റെ അവസ്ഥ എത്രമാത്രം ദയനീയമാണെങ്കിലും, എത്രമാത്രം പരാജയപ്പെട്ടതാണെങ്കിലും, ആരെല്ലാം കൈയൊഴിഞ്ഞതാണെങ്കിലും അതിനെ പരിഹരിക്കാൻ പറ്റുന്നവൻ ഒരുവൻ മാത്രം, കർത്താവായ യേശുക്രിസ്തു. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, നീ ആത്മാർത്ഥമായി യേശു എന്ന ഏക രക്ഷകനെ ഒരു വ്യക്തി ആത്മാർത്ഥമായി വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, എത്രമാത്രം തകർന്ന വ്യക്തിയെയും അനുഗ്രഹിക്കാൻ കർത്താവായ യേശുവിന് പറ്റും. എത്രമാത്രം തകർന്ന കുടുംബത്തെയും അനുഗ്രഹിക്കാൻ കർത്താവായ യേശുവിന് പറ്റും. എത്രമാത്രം ദാരുണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെയും സഹായിക്കാൻ രക്ഷകനായ യേശുവിന് പറ്റും. അവന് മാത്രം സാധിക്കും. ചെയ്യേണ്ടത്, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ആദ്യമായി നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ദൈവം നിന്റെ ഇടയിൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം ഇപ്രകാരം പറയുക: യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയണം, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവാണ്, യേശു എൻ്റെ മക്കളുടെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് യേശുവാണ്, എൻ്റെ സമസ്ത മേഖലയുടെയും കർത്താവ് യേശുവാണ്. യേശുവല്ലാതെ എനിക്ക് മറ്റൊരു കർത്താവില്ല, യേശുവല്ലാതെ എനിക്ക് മറ്റൊരു കർത്താവില്ല എന്ന് ഏറ്റുപറയണം. അതോടൊപ്പം തന്നെ യേശുവല്ലാതെ മറ്റാരെങ്കിലും കർത്താവായിട്ട് നിന്റെ കുടുംബത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ നീ ബഹിഷ്കരിക്കണം. എന്നിട്ട് പറയണം, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ മക്കളുടെ കർത്താവ്, യേശുവാണ് എൻ്റെ സമ്പത്തിൻ്റെ കർത്താവ്, എൻ്റെ സമസ്ത മേഖലയുടെയും കർത്താവ് യേശുവാണ്. പർദീസ കൺവെൻഷൻ്റെ
ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതേപ്പറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞതും ഇതേപ്പറ്റിയുള്ള ഒരുക്കങ്ങൾ ചെയ്തപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയതും നമുക്ക് ആളുകൾ കൂടണമെന്നല്ല, വലിയ ജനക്കൂട്ടവും ആഘോഷം വേണമെന്നല്ല, അതിലുപരിയായി ഈ ഇടവകയിലും ഇതിൽ വന്ന് സംബന്ധിക്കുന്നവരിലും മാളമേഖലയിലും വലിയൊരു ആത്മീയ അനുഭവം ഉണ്ടാകണം. ഇതുവഴി ഇടവകയുടെ സഹകരണത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ വലിയ മാറ്റം, എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതും ഇതിനു വേണ്ടി ഒരുക്കങ്ങളൊക്കെ ചെയ്തതെല്ലാം. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ വലിയ ഒരു ആത്മീയ ഉണർവുണ്ടായിട്ടുണ്ട്. അനേകം പേര് വന്ന് പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങളൊക്കെ ഏറെ കൊതിച്ച ഒരു അനുഭവം, ഒരു ആവശ്യമായിരുന്നത്, അത് നിറവേറ്റി കിട്ടിയതിൽ വലിയ സന്തോഷം.